എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ യാത്രയ്ക്ക് പുറപ്പെട്ടതാണ്. 1980 വാഴക്കാട് ഹൈസ്കൂൾ ബാച്ച്. അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയൊരു ടൂർ, 1 ഡേ ടൂർ പ്ലാൻ ചെയ്തിട്ട് എത്തിയതാണ്. കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ നദീൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരു ബോട്ട് യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ എല്ലാവരും സജീവമായിട്ട് എത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ റെഡി ആയിക്കാണ്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ചാടാൻ. എപ്പോഴാ ചാടാച്ച പറയണേ. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട സുഗു എന്ന ഫ്രണ്ട് ഇതാ അക്കരന്ന് കൂട്ടിക്കൊണ്ടുവന്ന് സ്പെഷ്യൽ ആത്മീയാണ്, VIP ആയിട്ടാണ് മുപ്പരെ കൂട്ടി. എല്ലാവരും പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമാണ് യാത്ര ആരംഭിക്കുന്നത്. അതാ വണ്ടി ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബോട്ട് ജെട്ടി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബോട്ട് അവിടെ നിർത്തിക്കാണ്. ഇപ്പം ബോട്ട് അതിലോട്ട് കയറണം. എനിക്ക് വേണ്ടി കാത്തിരിക്കാം. നീ എന്താ പഠിക്കാം? ചാലിയാറിന്റെ നടുക്കാണ് ഇപ്പോഴുള്ളത്. ബോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നെ. ബോട്ടിലേക്ക് കയറാൻ പോകണേ. ഈ കാണുന്ന കടവാണ് മണന്തല കടവ് എന്ന് പറയുന്നത്. ഇത് ഈ ഇക്കരയും ഈ കാണുന്ന അക്കരല്ലേ, അതാ എല്ലാം മണന്തലക്കടവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് പിന്നെ പണ്ട് ഗോളിയറാൻഡ്സ്, പൂട്ടിപ്പോയ ഗോളിയറാൻഡ്സ് ഫാക്ടറീൻ്റെ മതിലുകളാണ് കാണുന്നത്. കാട് പിടിച്ച് കിടക്കുന്നത് ഇപ്പോഴും 400 ഏക്കർ സ്ഥലം. ഇത് മലപ്പുറം ജില്ല, അത് കോഴിക്കോട് ജില്ല. പിന്നെ ഇവിടെ കയാക്കിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പണ്ട് ഇവിടെ കടവായിരുന്നു, തോണിക്കടവായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഈ കടവ് കടന്നിട്ടാണോ ഞങ്ങൾക്ക് അക്കരയൊക്കെ പോകാൻ, സ്കൂളിലേക്ക് പോകാനൊക്കെ. സഹപാഠികളും അവരുടെ പേരമക്കളും നമ്മുടെ 1986 ബാച്ചിൻ്റെ ഒരു ജലയാത്രയാണ് നടക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ ചാലിയാറിനെ പഠിക്കുക, ചാലിയാറിനെ ഉപയോഗപ്പെടുത്തുക എന്ന പദ്ധതിയിലാണ് നമ്മൾ പോകുന്നത്. അല്ല, മുഖ്യ പഠിക്കാത്തവരുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഇടത് ഭാഗത്ത്, ഹലോ, ഈ ഇടത് ഭാഗത്ത് ഇന്ത്യയിലെ ഒരു വൻകിട ഫാക്ടറി ആയിരുന്ന ഗോളിയോ റയൽസിന്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇപ്പൊ കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പൊ അത് ചരിത്രത്തിൽ അധ്യയനം കുറിച്ച പാഠപുസ്തകങ്ങളിൽ വരെ വന്ന ഒരു കമ്പനിയായിരുന്നു ഗോളിയോ റയൽസ്. ആ റയൽസിന്റെ സ്ഥലത്ത് ഇന്ന് കാട് പിടിച്ചെടുക്കാണ്. നമ്മളത് മനസ്സിലാക്കി ഈ തലമുറയ്ക്ക് പറഞ്ഞത്. വാഴക്കാട് സ്കൂളിലൊക്കെ മുമ്പ് ടൂറ് പോയ ഒരു കമ്പനി കാണാമായിരുന്നു. ആ സ്കൂളിൽ അവിടെ ഉണ്ടല്ലോ. പിന്നെ മൗന പ്രാർത്ഥനയോടെ തുടങ്ങിയത്. നമ്മൾ വെള്ളത്തിലൂടെ പോകുന്നത് കരയിലൂടല്ല. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. ബാലൻസിലാണ് ജലയാത്രയ്ക്ക് പ്രാധാന്യമുള്ളത്. നമ്മളിങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് എളമരം പാലമാണ് നടക്കുന്നത്. ഈ എളമരം പാലം കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്നത് കൂളിമാട് പാലമായിരിക്കും. അടുത്തടുത്ത് വന്ന 2 പാലങ്ങളാണ്. ഈ പാലങ്ങളിൽ നമ്മൾ രണ്ടാമത്തെ പാലം കഴിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് ഇരുവഞ്ഞിപ്പുഴ കാണാം. ആ ഇരുവഞ്ഞിപ്പുഴ കാണുമ്പോൾ അനശ്വരമായ പ്രണയത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മളെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ബൂട്ടി മൊയ്തിന് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കാഞ്ചനമാലയുടെയും ഓർമ്മകൾ അടങ്ങുന്ന ഒരു നദിയാണ് തൊട്ടടുത്ത് ഈ എളമരം കൂളിമാട് പാലത്തിന്റെ ഇടത് ഭാഗത്ത് ആദ്യം കാണുന്ന ഒരു പുഴ, ഇരുവഞ്ഞിപ്പുഴ. അങ്ങനെ തുടങ്ങി
കാണുന്ന പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതാണ് മമ്പ്രം പള്ളി എന്ന് പറയും. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഈ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് വെടിവെച്ച് മാപ്പിള ലഹറിൻ്റെ ആ സമയങ്ങളിൽ. അതെ അതെ, ഇതാണ് PHED എന്ന് പറയും, പബ്ലിക് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ അത് ഈ ചാലിയാറിൻ്റെ സൈഡിലുള്ള ഭാഗം മാത്രമാണ്, കുറച്ച് അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ഇവിടെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് വെള്ളം ശുദ്ധീകരിച്ച് വിടുന്ന ഈ ഭാഗത്തു നിന്നാണ് ഈ PHED എന്ന് പറയുന്നത്. ഈ കാണുന്ന പുതുതായി ഉദ്ഘാടനം ചെയ്ത കൂളിമാട് പാലം. എന്താ സിനിമന്റെ പേരെന്തായിരുന്നു? എന്നും നിന്റെ മൊയ്തീൻ എന്ന് പറയുന്നത് മൊയ്തീൻ മരിച്ചത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആ കാണുന്ന ചെറുപുഴ, ആ ചെറുപുഴക്കാണ് ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് ചാലിയാറിലേക്ക് കൂടി ചേരുന്നതാണ്. ബന്ധിപ്പിക്കുന്ന പാലം. അവിടെ ഒരു പാലം കാണുന്നുണ്ട്, അത് കൂളിമാട് ചുള്ളിക്കാപ്പറമ്പ് ബന്ധിപ്പിക്കുന്നത്. അതെ അതെ, ഇവിടെയാണ് കൂളിമാട് അങ്ങാടി ഉള്ളത്, ഇവിടെ അടുത്ത് തന്നെ. വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ അടിപൊളി സീനാണ്. ദൂരെ എവിടെ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അടിപൊളി വ്യൂസ് കാണാൻ. സഖി ഒരു കുലമന്ദിരി വന്നിടുവാനാണ് കയ്യിൽ എന്റെ പ്രിയ കൈവിലൊരാശ മന്ദിരത്തിനിടുവാൻ. ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് ഉത്തരവാദി സുലേഖയാണ്. ഇതിനാണ് ക്ലാസ് കൊടുക്കുന്നത്. ഉസ്താദി നീ മുടക്കിയാനാണ് ക്ലാസ് കൊടുക്കുന്നത്. പ്രസിദ്ധമായ പറയങ്ങാട് അമ്പലം ഇടത് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കാണുന്നത്, ഇവിടെ നോക്കിയാൽ ആ കാണുന്ന അമ്പലമാണ്. ഭയങ്കര കുറച്ച് ഫേമസ് ആണ്, പക്ഷെ ക്ലിയർ ആയിട്ട് ദൂരമായതുകൊണ്ട് വളരെ കാണുന്നുണ്ടോ. പോയൻ്റെ സൈഡ് ഒരുപാട് പ്രസിദ്ധമായ അമ്പലങ്ങള്, പള്ളികള്, റിസോർട്ടുകള്, അങ്ങനെ പലതുണ്ട്. ഈ യാത്ര അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് നിലമ്പൂര് എത്തും. എന്ന് വെച്ചാൽ ഉത്ഭവസ്ഥലം ചാലിയാറിന്റെ ഉത്ഭവസ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് ദൂരം പോകണം. വേസ്റ്റ് ആരും പുഴയിലേക്ക് ഇടാൻ പാടില്ല എന്നുള്ള പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സഞ്ചി റെഡിയുണ്ട്. വേസ്റ്റ് എല്ലാവരും പ്രത്യേക ശ്രദ്ധക്കാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ്, ലഞ്ച് എല്ലാം റെഡി ഉണ്ട്. ഇല്ല വീണാലും പ്രശ്നമില്ല, നീതി രക്ഷപ്പെടും. ക്യാമറ മറ്റേ കാലം പൊക്കി വെക്കുമ്പോ മോനെ ഇത് എവിടെ സ്ഥലം? മുറിഞ്ഞമാടാ? മുറിഞ്ഞമാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് കുടിവെള്ള പദ്ധതി പഴയതായി നമ്മളെ കൂടെ പഠിച്ച ഒരാള് ഇവിടുന്ന് കേറുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ കയറ്റിട്ടാണ് ഇനി പോകുന്നത്. ഏകദേശം ബസ് സർവീസ് മാതിരിയാണ്.
അടുത്ത ചോദ്യം, മഴ പെയ്താൽ ആന എന്ത് ചെയ്യും? ആന ഇപ്പൊ കുട പിടിച്ച് കഴിഞ്ഞല്ലോ. മഴ പെയ്താൽ ആന എന്ത് അല്ലെങ്കിൽ കുട്ടിയേക്കാം കുട്ടിക്ക് ഓഫാക്കി പറഞ്ഞോ. മഴ പെയ്താൽ ആന എന്ത് ചെയ്യും? മഴ പെയ്താൽ ആന നമുക്കാണെങ്കിൽ കുട പിടിച്ചോ, ആന എന്ത് ചെയ്യും? ആന മഴ കൊള്ളും. അവർക്ക് കയറാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ബോട്ടുള്ളതുകൊണ്ട് കുറച്ച് ചെറിയൊരു ബോട്ടുള്ളതുകൊണ്ട് ഈ വലിയ ബോട്ടിന് കയറാൻ അവർ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് സൈഡാക്കാൻ. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സീനിയർ അധ്യാപകനും വാഗ്മിയും പ്രാഥമികനുമായ നമ്പീശൻ രണ്ടുവഴി പാടിക്കൊണ്ട് ഈ പരിപാടി ആരംഭിക്കുന്നതാണ്. എനിക്ക് എന്റെ സ്ഥാനം എവിടെയാണെന്ന് സ്ഥാനത്തെ കുറിച്ച് നന്നായി ചിന്തിക്കേണ്ടതാകുന്നു. സ്ഥാനത്താണ് ഇപ്പൊ ഞാൻ. വലയറിഞ്ഞപ്പോൾ വളകിലെത്തിയ സുന്ദരി ഒന്ന് കെട്ടിനെറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ ചേർക്കണേ. ചരിത്രം ചായം ചാരിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. താമര പെണ്ണേ നീയൻ പൊങ്കലല്ലേ കൂടെ കളിക്കാൻ വാട്ടി ഒരു പാട്ട് പാടാൻ വാ. ആലരായി കനവായി ഉയരാൻ ഒഴുകാൻ അഴകിലേഴും പോ മാനമേ മോഹിച്ച് തപത്തിരുന്നേ തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. നാനും നവനീക പൂവനും എന്റെ സ്വപ്നങ്ങളിൽ നവനീക നിന്റെ കൊഞ്ചലും. അപ്പൊ ഞങ്ങൾ പുറപ്പെട്ടതിന് ശേഷം 4ാമത്തെ പാലാ കാണുന്നത് കുനിയിൽ പാലം എന്ന് പറയും. കുനിയിൽ കിഴപ്പറമ്പ. എടശ്ശേരിക്കടവ് പാലം അതല്ല, പണ്ടാരത്തിന് പോയി പടിഞ്ഞാറൻ കാറ്റത്തെ മുങ്ങിപ്പോയി അരയത്തി പെണ്ണ് പിഴച്ചു പോയി അവനെ കടലമ്മ കൊണ്ടുപോയി. ഇനി ഞങ്ങൾ കാണാൻ പോകുന്ന 4ാമത്തെ പാലാണ്. ഇത് കുനിയിൽ പാലം. എളമരം കഴിഞ്ഞ് പിന്നെ ഏതാ കഴിഞ്ഞത് നമ്മൾ പാലം കൂളിമാട് കഴിഞ്ഞ് പിന്നെ ഏതാ കീഴ്പ്പറമ്പ് കഴിഞ്ഞ് പിന്നെ ഇനി ഉള്ളത് കുനിയിൽ പാലം. ഏകദേശം 1-2 കിലോമീറ്റർ വിട്ടിട്ട് പാലങ്ങൾ ഉണ്ടല്ലേ ശരിക്ക് അല്ലേ? പ്രാവേ പ്രാവേ പോവരുത്. അക്ഷരശ്ലോകം നാദാരെല്ലാം പറ്റും. ഏതാ പിന്നെ മാപ്പിളപ്പാട്ട് പറ്റും, സിനിമാ പാട്ട് പറ്റും.
ഈ കാണുന്ന പാലാണ് അരീക്കോട് മുക്കം പോകുന്ന പാലം. അപ്പോൾ ഏകദേശം 5ാമത്തെ പാലാണ് കാണുന്ന ഈ റൂട്ടിൽ ബോട്ടിൽ കയറിയതിന് ശേഷം. കടലിലൂടെ ഈ കടവിലായിരുന്നു മുമ്പൊരു അപകടം ഉണ്ടായിരുന്നു, തോണി അപകടം. 5-6 സ്റ്റുഡൻസ് മരിച്ചിരുന്നു, സ്കൂൾ സ്റ്റുഡൻസ്. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അതിന് ശേഷം കിട്ടിയതായിരുന്നു ഈ കാണുന്ന തൂക്കുപാലം. എന്താ പക്ഷേ ഈ തൂക്കുപാലം കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കത്തിൽ എന്തോ മരം ഇടിച്ചിട്ട് ഫുള്ള് തകർന്നു പോയതാ. 2018 അല്ലേ? ഈ കാണുന്ന കാടിന്റെ പേരെന്താ പറഞ്ഞേ? ഈ മൈത്ര കാടാ. ഇവിടെ ഈ സൈഡിൽ ആനകൾ ഇറങ്ങുന്നുണ്ടല്ലോ, വെള്ളം കുടിക്കാൻ വരും. ഇതാണ് മൈത്ര പാലം എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഇവിടെ എത്തിയതിനു ശേഷം ഇനി 6ാമത്തെ പാലാണ് നമ്മൾ കാണുന്നത്. മൈസൂർ ബാംഗ്ലൂർ നമ്മുടെ കേരളത്തെ പറ്റിയുള്ള നമുക്ക് ആദ്യം ഉണ്ടാവും. കേരളമാണ് കുട്ടികളെ കയ്യോ കാലം മുറിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ കേസ് വരലപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ. എന്താണ് ഭർത്താവ് ഈ 2 മക്കൾ, ആരാന്റെ ഉമ്മ വെച്ച മക്കളെ ഈ പെൺകുട്ടിനെ പോലത്തെ മാസന്മാർ 10-40 ഒരേപോലെ പഠിപ്പിച്ചതായിട്ട് ഈ മക്കൾ ഉണ്ടായാൽ മതി ആമീൻ പ്രാർത്ഥിച്ചു. ഈ കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ട് അതേ പാടവരമ്പിലൂടെ തിരിച്ചു വരികയാണ്. ഇത് വെള്ളത്തിലെ ബസ്സല്ല, ഇവിടെ മുട്ടിലെ ബസ്സല്ല. അപ്പേ അതേ വരമ്പിലൂടെ സ്കൂൾ വിട്ട് 4 മണിക്ക് ആ കുട്ടികൾ വരികയാണ്. അപ്പൊ ഉണ്ട് 2 കാര്യത്തിൽ ആൾക്കാർ സമ്മതിക്കൂല. ഒന്ന് പാടി തുടങ്ങിയ മറ്റേ ഏറ്റെടുത്ത കൂട്ടിക്കാളും. 2 വീഡിയോ എടുക്കുക. ഒരുത്ത വീഡിയോ ചപ്പ് മതി ആ കുണ്ട കുട്ടിക്കുക. ഒരു ഡിസ്റ്റർബേഷൻ ഉണ്ടാവും. അപ്പൊ ആ കുട്ടി പറഞ്ഞത് ലോകസഭയിലെ അനുമോദനം എനിക്കല്ല വേണ്ടി, എന്നെ ഇതിലേക്ക് എത്തിച്ച് എന്റെ മാതാപിതാക്കളെ തടഞ്ഞു നിർത്തിയെങ്കിൽ അവർക്കാണ് ഈ അനുമോദനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു സംഭവം. നമസ്കരിക്കാനും പിന്നെ ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ ഇവിടെ പാവണ്ണ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഹോൾട്ട് ചെയ്തത്. നല്ല സൗന്ദര്യമുള്ളൊരു ഏരിയയാണ്. പിന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാവണ്ണ എന്ന് പറയുന്ന സ്ഥലമാണിത്. തൂക്കുപാലം നല്ല ലെങ്ത്തിലാണുള്ളത്. ഏകദേശം ഒരു 300-400 മീറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് വെള്ളമല്ല, അത് ഫണ്ടാണ്. വെള്ളം
അവസാനം വരൂടാ. ആരാ വെള്ളം കിട്ടിയാ എന്നാ വാങ്ങി അത് നിങ്ങൾ പാട്ട് നിർത്തിയോ? നീയല്ലേ പാടിനുണ്ട്. അതെ